ഞാൻ അവിടുന്ന് പഠിച്ച ആത്മീയ പാഠങ്ങളിൽ നിന്ന് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം അത് മറ്റൊന്നുമല്ല, ഓരോ ആളുകൾക്കും സൃഷ്ടികളിലേക്ക് മുഴുവനും നോക്കിയപ്പോൾ അവർക്കെല്ലാം ഇഷ്ടക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. പക്ഷേ എല്ലാ സ്നേഹിതന്മാരും മരിച്ചു പിരിയുന്നതോടെ പിരിയുകയാണ്. മരണത്തോടെ ശാരീരിക സാന്നിധ്യം, സൗഹൃദങ്ങൾ അവസാനിക്കുകയാണ്. അങ്ങനെ ഞാൻ സമഗ്രമായി ഒന്ന് ആലോചിച്ചു, ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്? എപ്പോഴും എന്റെ കൂടെ ഉണ്ടാകാൻ പറ്റുന്ന ആളാരാണ്? മരിച്ചാലും പിരിയാത്ത ഒരു കൂട്ടുകാരനെ വേണമല്ലോ. ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ. ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖല്ലി ഖല്ലി ഖുല്ലത്തൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ. അല്ലയോ കൂട്ടുകാരാ, നിസ്സാരന്മാരായ ആളുകളെ നീ കൂട്ടിനു പിടിക്കരുത്. അതുകൊണ്ട് നിനക്ക് അവസാനം അപകടമുണ്ടാകും. നിന്റെ ഫ്രണ്ട്ഷിപ്പ് നല്ലതായിരിക്കണം, നിന്റെ സൗഹൃദം നല്ലവരോടായിരിക്കണം. അല്ലെങ്കിൽ ആ സൗഹൃദങ്ങൾ നിനക്ക് അപകടമുണ്ടാക്കും, നിന്നെ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നതാണ്. ഏതായാലും മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആലോചിച്ചു മരിച്ചാലും പിരിയാത്ത കൂട്ടുകാരനാരാണ്? ഫജഅൽതുൽ ഹസനാതി മഹ്ബൂബി. സൽക്കർമ്മങ്ങളെ ഞാൻ കൂട്ടുപിടിച്ചു. ഫൈദാ ദഖൽതുൽ ഖബറ, ഞാൻ ഖബറിലേക്ക് പ്രവേശിച്ചാൽ ദഖലത് മഈ, ആ സൽക്കർമ്മങ്ങൾ എന്റെ കൂടെ ഖബറിലേക്ക് വരും.